വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സവാള ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കുള്ളി എന്നാണ് പറയാറ്. അപ്പോൾ അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വാട്ടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയാറ് നമ്മളെ മലപ്പുറത്ത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വഴറ്റിയതിന് ശേഷം. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾ വീട്ടിലാർക്കും തക്കാളി വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് ജീരകമാണ് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ നമ്മൾ ഗ്രാമ്പൂ പട്ട ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ അതിൻ്റെ സ്മെല്ല് നല്ല പോലെ വരുള്ളൂ. അപ്പോൾ അതും കൂട്ടിയിട്ട് നല്ല പോലെ വഴറ്റണം. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി ഇഞ്ചിയും ഗ്രാമ്പൂൻ്റെയൊക്കെ മണം ഇങ്ങനെ നമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല പോലെ വഴറ്റണം കേട്ടോ. അത് ഉള്ളി ക്രഷ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്രഷ് ചെയ്ത ജാറിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇത് നല്ല പോലെ തിളച്ച് വറ്റി വരണം കേട്ടോ. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വരണം. എന്നാലേ നമ്മളെ കറിയുടെ ടേസ്റ്റ് നല്ല പോലെ കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്സും മൈദയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് കരുതിയിട്ടാട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മളെ ഇത് നല്ല പോലെ തിളച്ച് വറ്റി വരണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. കാരണം മറ്റ് ചട്ടികളേക്കാളും ടേസ്റ്റ് കൂടുതലാണ് നമ്മളെ മൺചട്ടിയിൽ വെച്ചാൽ. ടേസ്റ്റും കൂടുതലാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് കേടുവരുന്നതിനൊക്കെ മൺചട്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കേടുവരില്ല. എന്ത് കറി വെച്ചാലും 2 ദിവസമൊക്കെ നിൽക്കും. നമുക്ക് ഫ്രിഡ്ജിലൊന്നും കയറ്റി ബുദ്ധിമുട്ടേണ്ടതില്ല. ഇതിലുണ്ടാക്കി പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ കെയർ ബെറ്റർ ആക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പോലെ തിളച്ച് വറ്റി വരണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. നമ്മൾ ഓട്സൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. പൊരിച്ചപ്പോൾ തന്നെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ വറ്റി വരണം. എന്നാലേ നമുക്കിത് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഇത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ അതിലിട്ടിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെയൊക്കെ വേപ്പില്ല എന്നാണ് പറയാറ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. ഈ കറിവേപ്പിൻ്റെ ഇല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അതിന്ന് എടുത്ത് കറിവേപ്പിലൊക്കെ പുറത്ത് കളഞ്ഞ് കഴിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കട്ടോ. കാരണം നല്ലൊരു ഔഷധമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ നമ്മളെ കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിലേക്ക് ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റിയാണ് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും ജസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ ഇത് കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ
എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ. നെയ്ച്ചോർക്കൊക്കെ ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പത്തിരി ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ അതിൽ ചിക്കനും അതിൻ്റെ ആ ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.